ബാർക്കോഴ കേസിലെ വ്യവസായി അനിമോന്റെ ബന്ധുവാണ് താനെന്ന് സിപിഎം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ സമ്മതിച്ചതിൽ സന്തോഷമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അനിമോനെ സ്ഥിരമായി വിളിക്കാറുണ്ട് എന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ വാദവും പ്രസക്തമാണ്. കോട്ടയത്ത് തിരുവഞ്ചൂരും അനിൽകുമാറും തമ്മിലുള്ള പോര് തുടരുകയാണ്. എന്തായാലും ബാർക്കോഴ വിഷയത്തിൽ കോട്ടയത്തെ സിപിഎം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള ഒരു പോര് തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തെ വാർത്താ സമ്മേളനം നടത്തി ഈ ഏതെങ്കിലും ഒരു സിപിഎം സംസ്ഥാന സമിതി അംഗത്തിന്റെ ബന്ധു ആണ് അനിമോൻ എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് പ്രസക്തമല്ല അദ്ദേഹം എന്നത് ചൂണ്ടിക്കാണിച്ചത്. അതിന് മറുപടിയാണ് തിരുവഞ്ചൂർ പറയുന്നത്. ഒന്ന്, ഇതാദ്യമായി കെ അനിൽകുമാറിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ അനിൽകുമാറിന് അനിമോനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് തന്നെയാണ് അനിൽകുമാർ ഫലത്തിൽ സമ്മതിക്കുകയും ചെയ്തത് എന്ന് തിരുവഞ്ചൂർ പറയുന്നു. അദ്ദേഹത്തിന്റെ അളിയൻ തന്നെയാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് അളിയനാണെന്ന് ബോധ്യപ്പെട്ടവൻ പറയാ പണം പിരിച്ചതല്ല പ്രശ്നം, അതിന്റെ വാട്സപ്പ് മെസ്സേജ് പുറത്തു പോയതാ പ്രശ്നമെന്ന്. ഞാൻ ചോദിച്ചു, അങ്ങനെയുണ്ടോ? മോഷ്ടിക്കുന്നതല്ല പ്രശ്നം, മോഷണം കണ്ടോണ്ടിരുന്നതാണ് പ്രശ്നം എന്ന് പറയുന്ന കാലമുണ്ടോ? അനിൽകുമാറിന്റെ അളിയനില്ലേ ഈ അനുമോൻ എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചത് ആരാന്ന് അദ്ദേഹത്തോട് ഇന്നലെ ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതാ അങ്ങനെ ബന്ധമൊക്കെ ഒത്തിരി ഉണ്ടാവും, ബന്ധത്തിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബന്ധം സമ്മതിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബന്ധം സമ്മതിച്ചല്ലോ. ആ ബന്ധുവല്ല ഇത് പിരിച്ചത്. ആ പിരിച്ച ആർക്ക് വേണ്ടിയാ? സിപിഎമ്മിന്റെ പേര് പറഞ്ഞ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന മൂന്നാമതൊരാൾ എന്ത് തീരുമാനിക്കും? ഒപ്പം തന്നെ മകന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുതുമുത്തച്ഛന്റെ ബാറാണിത്. അതിന്റെ പേരിലാണ് ഇതിലേക്ക് തന്റെ മകനെ വലിച്ച് ഇഴച്ചത്. ഇത് ശരിയായ രാഷ്ട്രീയമല്ലെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. എന്തായാലും കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ ഇത് പ്രധാനപ്പെട്ട സംഭവമായി മാറുന്ന ഒന്ന് MLA ആണ്. മറ്റത് അപ്പുറത്ത് നിൽക്കുന്ന സിപിഎം സംസ്ഥാന സമിതി അംഗം കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിനെതിരെ മത്സരിച്ച ആളുകൂടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരു കൂടിയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ തിരുവഞ്ചൂരിന്റെ വസതിയിലേക്ക് സിപിഎം മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് ഇതിൽ അനിൽകുമാറിന്റെ പങ്കുണ്ട്, അനിൽകുമാറിനെ ചോദ്യം ചെയ്യണം എന്നതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അനിൽകുമാറിന്റെ പേരെടുത്ത് പറയാതെ തിരുവഞ്ചൂർ അന്ന് രംഗത്ത് വന്നത്. എന്തായാലും ഇവർക്കിടയിലെ ഒരു രാഷ്ട്രീയം, അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ അത് കൂടുതൽ തീവ്രതയോടെ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.